അടുത്തതായിട്ട് 636 നാമം ഭൂതിഹി. ഭൂതി എന്നുള്ള നാമത്തിന്, എന്നുള്ള വാക്കിന് പലതരത്തിലുള്ള അർത്ഥങ്ങളുണ്ട്. പ്രധാനമായിട്ടും ഐശ്വര്യം എന്നാണ് ഭൂതി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. ഈ നാമത്തിന് ഭാഷ്യകാരൻ എന്താണ് പറയുന്നതെന്ന് കേൾക്കാം. ബാഹ്യാഭ്യന്തര ഉപായങ്ങളില്ലാത്തവർക്ക് എല്ലാം കൊണ്ടും സമൃദ്ധമായിരിക്കുന്ന വിഭൂതിയാണ് ഭഗവാൻ എന്നതിനാൽ ഭൂതിഹി എന്ന് നാമം. ഭൂതി എന്ന് പറഞ്ഞാൽ ഐശ്വര്യം. ഇപ്പോൾ ബാഹ്യ ആഭ്യന്തര ഉപായങ്ങളില്ലാത്തവർക്ക്, അതായത് ഈ സാധാരണ ജനങ്ങൾക്ക് ഭഗവാനിലേക്ക് എത്താൻ ബാഹ്യവും ആഭ്യന്തരവുമായിട്ടുള്ള ഉപായങ്ങളില്ലാത്ത ആളുകളെ സംബന്ധിച്ച് അവരുടെയും എല്ലാം കൊണ്ടും സമൃദ്ധമായിരിക്കുന്ന വിഭൂതി, എല്ലാം കൊണ്ടും സമർത്ഥനാണ് ഭഗവാൻ. അതായത് കാലദേശങ്ങളിൽ വ്യാപിച്ച് കിടക്കുന്ന, സമൃദ്ധനായിരിക്കുന്ന, ഋദ്ധി എന്ന് പറഞ്ഞാൽ വളർച്ച എന്നർത്ഥം. സമ്യക്കാകുമണ്ണം ഋദ്ധിയാണ് സമൃദ്ധി. അപ്പോൾ അങ്ങനെ വളർച്ച ഉള്ളവനാണ് ഭഗവാൻ. അത് ആർക്കാണ്? എല്ലാ തരത്തിലുള്ള ആളുകൾക്കും. ഭഗവാനെ അറിയണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി ഏതെങ്കിലും ഒരു ഉപായം സ്വീകരിച്ച് അതിൽ മുന്നോട്ട് പോകുന്ന ആളുകൾക്ക് മാത്രമല്ല, ഉപായങ്ങളൊന്നുമില്ലാതെ ഇവരുടെ ഭാഷയിൽ പറഞ്ഞാൽ സംസാരത്തിൽ പെട്ട് ഉഴലുന്ന, സുഖദുഃഖങ്ങളിലൂടെ കടന്നു പോകുന്ന എല്ലാ ആളുകൾക്കും, അവരറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും അവർക്ക് എപ്പോഴും ഭഗവാന്റെ ഐശ്വര്യം സ്വന്തമായിട്ടുണ്ട്. നമ്മൾക്ക് ഓരോരുത്തർക്കും ഉണ്ട്. നമ്മളെപ്പോഴും ആ ഭഗവാനിൽ തന്നെയാണ് നിലനിൽക്കുന്നത്. ആ ഭഗവാനാണ് നമ്മളുടെ ഭൂതി അല്ലെങ്കിൽ ധനം. അതുകൊണ്ട് ഭഗവാന് ഭൂതിഹി എന്ന് നാമം. അവരുടെ സന്തതികൾ, ഗോക്കൾ, സുഹൃത്തുക്കൾ എന്നിവരെ പോലെ അവരുടെ ധനമാണ് ഭഗവാൻ എന്നർത്ഥം. അതായത് സാധാരണ മനുഷ്യർ, നമ്മളോരോരുത്തരും സാധാരണ മനുഷ്യർ തന്നെയാണ്. നമ്മളുടെ ഓരോരുത്തരുടെയും സന്തതികൾ, ഗോക്കൾ, സുഹൃത്തുക്കൾ എന്നിവരെ പോലെ ധനമാണ് ഭഗവാൻ. ഇപ്പോൾ നമ്മളെല്ലാവരും ധനികരാണ്. എല്ലാവരും. നമ്മൾ കുറച്ചോ കൂടുതലോ എന്നുള്ളത് മാത്രമേ വ്യത്യാസമുള്ളൂ. ധനം നമ്മുടെ ഉള്ളിലുണ്ട്, നമ്മളിലുണ്ട്. നമ്മൾ എന്തിനെയാണ് ധനം ആയി കാണുന്നത് എന്നുള്ളതാണ്. നമ്മളുടെ ഏറ്റവും വലിയ ധനം എന്ന് പറയുന്നത് ഒരു പക്ഷേ നമ്മളെ ഓരോരുത്തരെയും സംബന്ധിച്ച് നമ്മളുടെ സന്തതികളാവാം. മക്കളാണ് എൻ്റെ ധനം എന്ന് പറയുന്നവരില്ലേ? എൻ്റെ മക്കൾ എൻ്റെ ധനമാണ്. അതുപോലെ ഞാൻ വാങ്ങിയിട്ടിരിക്കുന്ന ഭൂമി, അല്ലെങ്കിൽ എനിക്ക് പാരമ്പര്യമായി കിട്ടിയിരിക്കുന്ന ഭൂമി, അതെൻ്റെ ധനമാണ് എന്ന് പറയാം. ഗോക്കൾ, ഇത് എഴുതുന്ന കാലഘട്ടത്തിൽ ഗോക്കൾ ഒരു വലിയ ധനമായിരുന്നു. ഒരു ധനികൻ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാമത്തിൽ ഏറ്റവും ധനികനായിട്ടുള്ള ആൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പശുക്കളുള്ള ആൾക്കാരായിരിക്കും. 1000, 2000, 5000 ഇങ്ങനെയൊക്കെയാണ് ഗോക്കളുടെ കണക്ക് ധനികരുടെ വീട്ടിൽ. അപ്പോൾ 1000 ഗോക്കളുള്ള ആളാണ് ഞാൻ എന്ന് പറഞ്ഞാൽ അത്രയും ധനികനാണ് ഞാൻ എന്നാണ് അർത്ഥം. അപ്പം ധനത്തിൻ്റെ ഒരു ലക്ഷണമായിട്ടാണ് ഗോക്കൾ എന്ന് പറയുന്നത്. അതുപോലെ സുഹൃത്തുക്കൾ വലിയൊരു ധനമാണ്. നമുക്കൊരു കാര്യം വേണമെന്നുണ്ടെങ്കിൽ അത് സാധിക്കത്തക്ക രീതിയിൽ ശക്തിശാലികളായിട്ടുള്ള സുഹൃത്തുക്കൾ ഉണ്ടാവുക എന്ന് പറയുന്ന ഒരു വലിയ ധനമാണ്. ഈ മൂന്നും, അതായത് സന്തതികളും ഗോക്കളും സുഹൃത്തുക്കളും, ഇത് ധനത്തിൻ്റെ ലക്ഷണമാണ്. ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. കെട്ടിടങ്ങൾ, സ്വർണം, സ്ഥാപനങ്ങൾ, അങ്ങനെ നമ്മുടെ ധനത്തിന് അളവില്ല. അതേപോലെ ഇതൊന്നും ഇല്ലാത്ത ആളുകൾ, സാധാരണ ജനങ്ങൾ, ഈ ധനങ്ങളൊന്നുമില്ലാത്ത ആളുകൾക്ക് ധനം എന്ന് പറയുന്നത് ഭഗവാനാണ്. കാരണം ഭഗവാനെ സംബന്ധിച്ച് നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞു സൗശീല്യം.
എന്നുള്ളതാണ് ഭഗവാന്റെ ഏറ്റവും വലിയ മഹിമ. ഭഗവാൻ ഇതൊന്നുമില്ലാത്തവരെയും ഇത് എല്ലാം ഉള്ളവരെയും ഒരേപോലെയാണ് കാണുന്നത്. അതിനുള്ള കാരണവും നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞു. കാരണം ഭഗവാൻ എല്ലാവരിലും ഒരേപോലെ അടങ്ങിയിരിക്കുന്നു. ചെറുതും വലുതുമായിട്ടുള്ള വിവിധ വസ്തുക്കളിൽ ഭഗവാൻ ഒരേപോലെ അടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഭഗവാന് ഈ ധനം എന്ന് പറയുന്നത് കൂടുതലും കുറവും ഉള്ളവരോടൊരു പ്രത്യേകതയൊന്നുമില്ല. ഭഗവാൻ എല്ലാവരുടെയുമാണ്. മഹാധനികനായിട്ടുള്ള രാജാവിൻ്റെയും ഒട്ടും ധനമില്ലാത്ത ഒരു ദരിദ്രൻ്റെയും, സാമ്പത്തികമായിട്ടുള്ള പറയുകയാണെങ്കിൽ ഒട്ടും ധനമില്ലാത്തവനായിട്ടുള്ളൊരു ദരിദ്രൻ്റെയും ധനം ഭഗവാനാണ്. ഭഗവാൻ അവർ രണ്ടുപേരെയും ഒരേപോലെയാണ് കാണുന്നത്. അതുകൊണ്ട് ഭൂതി എന്ന് ഭഗവാന് നാമം. ഭൂതി എന്ന് പറഞ്ഞാൽ ധനം, ഐശ്വര്യം എന്നൊക്കെയാണ്. ഭഗവാൻ എല്ലാവരുടെയും ഐശ്വര്യമാണ്. അടുത്തത് 637 നാമം. രണ്ട് രീതിയിലാണ്, ഈ രണ്ട് പക്ഷമാണ്, രണ്ട് പാഠമാണ് ഈ നാമത്തിനുള്ളത്. അശോക, വിശോക. അശോക, വിശോക ഇത് രണ്ടിനും ഒരേ അർത്ഥമാണ്. ശോകമില്ലാതായവൻ. അശോകൻ എന്ന് പറഞ്ഞാൽ ശോകമില്ലാത്തത്, അശോകം എന്ന് പറഞ്ഞാൽ ശോകമില്ലാത്തത്, വിശോകം എന്ന് പറഞ്ഞാലും ശോകമില്ലാത്തത്. ഇത് രണ്ടും പറയുന്നുണ്ട്. ഭാഷകാരൻ വ്യാഖ്യാനിക്കുന്നു. അനാഥനായ ആരെയും ഭഗവാൻ കൈവെടിയുന്നില്ല എന്നതിനാൽ ആ വിഷയത്തിൽ ശോകമില്ലാത്തവൻ എന്നർത്ഥത്തിൽ അശോക എന്ന് നാമം, വിശോക എന്നും ആവാം. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ഭഗവാന്റെ സൗശീല്യത്തിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. ഏറ്റവും ധനാഢ്യരായിട്ടുള്ള ആൾ, അവരുടെ പ്രത്യേകത എന്താണ്? അവർക്കെപ്പോഴും ഈ ഗോക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങിയിട്ടുള്ള എല്ലാം ഉണ്ടായിരിക്കും. എപ്പോഴും ധനം ഉള്ള ആളുകൾക്ക് ഉപജാപക വൃന്ദങ്ങൾ ചുറ്റും ഉണ്ടായിരിക്കും. എല്ലാം അവരുടെ കയ്യിലേക്ക് കൊണ്ട് വന്നെത്തിക്കത്തക്ക രീതിയിലായിരിക്കും അവരുടെ ജീവിതം. അവർക്കെല്ലാം ഉണ്ടായിരിക്കും. അപ്പോൾ അത് എല്ലാം ഉണ്ടാകുന്നത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ്. കാരണം ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹമുള്ളത് കൊണ്ടാണ് ഇവർക്ക്, ഈ ധനാഢ്യരായിട്ടുള്ള ആളുകൾക്ക് ധനവും മറ്റെല്ലാ കാര്യങ്ങളും കിട്ടുന്നത്. ലക്ഷ്മി ദേവി എന്ന് പറയുന്നത് ലക്ഷ്മിയുടെ പതി ഭഗവാനാണ്. അപ്പം ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് ഇവർക്കത് കിട്ടുന്നത്. എന്നാൽ ഇതൊന്നുമില്ലാത്ത ഈ ധനം ഇല്ലാത്ത ആളുകൾക്കും ഭഗവാൻ തന്നെയാണ് തുണ. ഭഗവാൻ അവരുടെയും കൂടെ നിൽക്കുന്നുണ്ട്. അവരെപ്പോഴെങ്കിലും ചിന്തിക്കുകയാണ്, ഞങ്ങൾക്ക് ആരുമില്ല, ഞങ്ങൾ അനാഥരാണ് എന്ന് ചിന്തിക്കുകയാണ് എങ്കിൽ ഭഗവാൻ അവരുടെ ആ ദുഃഖത്തെ മാറ്റുന്നു. ഭഗവാൻ അനാഥരായിട്ടുള്ള ആളുകളുടെ ദുഃഖത്തെ മാറ്റുന്നു. കാരണം എല്ലാവരുടെയും നാഥൻ ഭഗവാനാണ്. ഈ ധനം ഉള്ള ആളുകളുടെയും ബന്ധുബലമുള്ള ആളുകളുടെയും എല്ലാവരുടെയും നാഥൻ ശരിക്കും ആത്യന്തികമായിട്ട് ഭഗവാനാണ്. അപ്പോൾ അനാഥരായിട്ടുള്ളവരുടെയും നാഥൻ ഭഗവാനാണ്. അതുകൊണ്ട് ഭഗവാൻ ഇവരുടെ ദുഃഖം മാറ്റുന്നു. ആരുമില്ല എനിക്ക് എന്ന് തോന്നുകയാണെങ്കിൽ അത് തെറ്റായിട്ടുള്ളൊരു തോന്നലാണ്. കാരണം നമ്മളുടെ പിന്നിൽ എപ്പോഴും ഭഗവാനുണ്ട്, നമ്മൾക്ക് ചുറ്റും. അപ്പം അതുകൊണ്ട് ഇപ്പോൾ അനാഥരായിട്ടുള്ള ആളുകളെ ദുഃഖത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നു. സ്വയം ശോകവും ഇല്ല ഭഗവാൻ. കാരണം എൻ്റെ അംശങ്ങളായിട്ടുള്ള ആളുകൾ അനാഥരാണല്ലോ എന്നുള്ളൊരു ശോകം ഭഗവാനിലുമില്ല. കാരണം ഭഗവാൻ അറിയാം ഇത് മുഴുവൻ എൻ്റെ തന്നെ വിഭൂതികളാണ് എന്നുള്ളത്. അപ്പം രണ്ടർത്ഥത്തിലും അശോക അല്ലെങ്കിൽ വിശോക എന്നുള്ള നാമം അന്വർത്ഥമാണ്. ഭഗവാനെ ഈ ലോകത്തിലുള്ള പ്രപഞ്ചത്തിലുള്ള എല്ലാ ആളുകളുടെയും നാഥൻ ഭഗവാനാണ്. അതുകൊണ്ട് അനാഥനാണ് എന്നുള്ള ചിന്ത അവരിലും ഉണ്ടാകേണ്ട ആവശ്യമില്ല. അതേസമയം ഭഗവാനിലും ഇല്ല. കാരണം ഭഗവാനെ അറിയാം ഈ കാണുന്നെല്ലാം എൻ്റെ തന്നെ വിഭൂതികളാണ് എന്നുള്ളത് കൊണ്ട്. അപ്പം അതുകൊണ്ട് രണ്ട് രീതിയിലും ഭഗവാന് ശോകമില്ല. അതുകൊണ്ട് അശോക അല്ലെങ്കിൽ വിശോക. നമ്മൾ സാധാരണ വിഷ്ണു സഹസ്രനാമം ചൊല്ലുമ്പോൾ വിശോക എന്നാണ് ചൊല്ലാറ്. പക്ഷെ ഭാഷ്യകാരൻ അശോക എന്നുള്ള
ഭാഷ്യവും എന്നുള്ള പാഠഭേദവും ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് ഏതെങ്കിലും ഒരു പാഠഭേദത്തിൽ അശോക എന്നുള്ള നാമം ചൊല്ലുന്നുണ്ടായിരിക്കാം. ഏതായാലും ശോകത്തെ ഇല്ലാതാക്കുന്നവൻ എന്നാണ് അർത്ഥം. അടുത്തത് 638 നാമം, ശോകനാശനഃ. ശോകത്തെ ഇല്ലാതാക്കുന്നവൻ. അശോക എന്നുള്ളതിനും ശോകനാശന എന്നുള്ളതിനും ഒരേ അർത്ഥം തന്നെയാണ്. ഭഗവാന് സ്വയം ശോകമില്ല, മറ്റുള്ളവരുടെ ശോകത്തെ ഇല്ലാതാക്കുന്നു. അതേ അർത്ഥം തന്നെ പറയുന്നു ശോകനാശന. ഭാഷ്യകാരൻ പറയുന്നു, തന്നെ ആരാധിക്കുന്നവരുടെ തന്നോടുള്ള സംബന്ധം വേർപെടുമ്പോൾ ഉണ്ടാകുന്ന ശോകത്തെ നശിപ്പിക്കുന്നു എന്നതിനാൽ ശോകനാശന എന്ന് നാമം. ഭഗവാനെ മാത്രം മനസ്സിൽ നനച്ചിരിക്കുന്ന ആളുകൾ, ഭഗവാൻ തന്നെയാണ് നമ്മളുടെ ഏറ്റവും വലിയ ബന്ധു എന്ന് ചിന്തിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഈ ഭഗവാനിൽ നിന്നുമുള്ള വേർപാട് വളരെയധികം ശോകത്തെ, ദുഃഖത്തെ ഉണ്ടാക്കുന്നതാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു രീതിയിലും ശോകത്തെ ഉണ്ടാക്കുന്നില്ല, അല്ലെങ്കിൽ അവരുടെ ശോകത്തെ നശിപ്പിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ ശോകനാശന എന്ന് നാമം. എന്ന് പറഞ്ഞാൽ ഭഗവാനെ മാത്രം നനച്ചിരിക്കുന്ന, എപ്പോഴും ഭഗവാനെ മാത്രം ധ്യാനിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ശോകം ഉണ്ടായിരിക്കുകയില്ല. കാരണം അയാൾക്കറിയാം ആത്യന്തികമായിട്ട് ഭഗവാനാണ് എൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് എന്നുള്ളത്. എൻ്റെ ശ്വാസം പോലും എൻ്റെ ആന്തരിക അവയവങ്ങളിലൂടെ കടന്നു പോകുന്നത് ഭഗവാന്റെ ആ നിയന്ത്രണം കൊണ്ടാണ് എന്ന് കൃത്യമായിട്ട് അറിയുന്നയാളാണ് ഭഗവത് ഭക്തൻ. അപ്പോൾ അയാൾക്ക് ഈശ്വരന്, ഭഗവാനിൽ നിന്നുള്ള വേർപാട് ഒരു കാരണവശാലും ഉണ്ടാകുന്നില്ല. ഭഗവാനിൽ നിന്നുള്ള വേർപാടുണ്ടാവുക എന്ന് പറയുന്നത് അത്യന്തം ദുഃഖകരമായിട്ടുള്ളൊരവസ്ഥയാണ് അയാളെ സംബന്ധിച്ച്. അങ്ങനെ സംഭവിക്കുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആ ശോകത്തെ ഇല്ലാതാക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ ശോകനാശന എന്ന് നാമം. ഛാന്തോഗ്യോപനിഷത്തിൽ പറയുന്നു, നാരദൻ സനത്കുമാരനോട് പറയാണ്, ആത്മജ്ഞാനം ലഭിച്ചവർ ശോകമാകുന്ന സാഗരത്തെ കടക്കുന്നുവെന്ന് അവിടുത്തെ പോലുള്ളവരിൽ നിന്നും ഞാൻ കേട്ടിട്ടുണ്ട്. അല്ലയോ ഭഗവാനെ, ഞാൻ ഇപ്പോൾ ശോകത്തിലാണ്. എന്നെ അവിടുന്ന് അതിൻ്റെ മറുകരയിൽ എത്തിച്ചാലും. അപ്പം ശോകം എന്ന് പറയുന്നത് എത്ര കണ്ടും തീവ്രമാണ് എന്നുള്ളതാണ് പറയുന്നത്. അതായത് ആത്മജ്ഞാനം ലഭിച്ചവർ ശോകമാകുന്ന സാഗരത്തെ കടക്കുന്നു എന്ന് അവിടുത്തെ പോലുള്ളവരിൽ നിന്ന്, സനൽകുമാരനോട് പറയാണ്, അവിടുത്തെ പോലുള്ള മഹാമനീഷികളിൽ നിന്നും ഞാൻ കേട്ടിട്ടുണ്ട് ആത്മജ്ഞാനം ലഭിച്ചാൽ ശോകമാകുന്ന സാഗരത്തെ മറികടക്കാൻ സാധിക്കും എന്ന്. ഞാനിപ്പോൾ, അല്ലയോ ഭഗവാനെ, ഞാനിപ്പോൾ ശോകത്തിലാണ്. എന്നെ അവിടുന്ന് അതിൻ്റെ മറുകരയിൽ എത്തിച്ചാലും, ശോകത്തിൽ നിന്നും രക്ഷിച്ചാലും എന്നാണ് പറയുന്നത്. അപ്പം ശോകത്തിൽ നിന്നും രക്ഷ പ്രാപിക്കണം എന്നുണ്ടെങ്കിൽ ആർക്കാണ് സാധിക്കുക? ആത്മജ്ഞാനം ലഭിച്ചവർക്ക്. ആത്മജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഭഗവാനെ കുറിച്ചുള്ള അറിവ്, എന്നെക്കുറിച്ചുള്ള അറിവ്, ഞാൻ ഭഗവാന്റെ തന്നെ ബോധമാണ് എന്നുള്ള അറിവ്, എന്നാണ് ആത്മജ്ഞാനം. അപ്പോൾ ഈ ആത്മജ്ഞാനം കിട്ടാതിരുന്നാൽ അത് അത്യന്തം ദുഃഖത്തിന് കാരണമാകും. അപ്പോൾ ആ ദുഃഖത്തിനെ ഇല്ലാതെയാക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ ശോകനാശന. തുടർന്ന് പറയുന്നു, തൻ്റെ ഏറ്റവും വലിയ ബന്ധുവായ ഭഗവാന്റെ ദർശനം വളരെ പ്രയാസമാണെന്ന് മനസ്സിലാക്കുന്നവർ അത്യന്തം ക്ലേശിക്കുന്നു. അതായത് നമ്മളിത് പറയാനൊക്കെ എളുപ്പമാണ്. നമ്മൾ ഈശ്വരൻ്റെ വിഭൂതിയാണ്, നമ്മളുടെ എല്ലാ ശ്വാസത്തിലും ഈശ്വരൻ അടങ്ങിയിരിക്കുന്നു, ഓരോ ശ്വാസം നമ്മൾ എടുക്കുന്നതും ഈശ്വരൻ്റെ ഇച്ഛ കൊണ്ടാണ്, നമ്മളുടെ ബുദ്ധി, നമ്മളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ, നമ്മളുടെ എല്ലാ അവയവങ്ങളും ചലിക്കുന്നത് ഭഗവാന്റെ
ഇച്ഛയ്ക്കനുസരിച്ചാണ് എന്നുള്ളതൊക്കെ പറയാൻ എളുപ്പമാണ്. പക്ഷെ ഇത് മനസ്സിലാക്കുക, ആത്മജ്ഞാനം ലഭിക്കുക എന്ന് പറയുന്നത് അത്യന്തം ക്ലേശകരമായിട്ടുള്ളൊരു വസ്തുവാണ്. ഒരേ സമയം അത് ഏറ്റവും എളുപ്പവുമാണ്, അത് ഏറ്റവും കഠിനവുമാണ്. അപ്പോൾ അത് ഭഗവാനെ അറിയുക എന്ന് പറയുന്നത് ഏറ്റവും ക്ലേശകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ തൻ്റെ ഏറ്റവും വലിയ ബന്ധുവായിട്ടുള്ള ഭഗവാന്റെ ദർശനം വളരെ ക്ലേശകരമാണ്, വളരെ പ്രയാസമാണ് എന്ന് മനസ്സിലാക്കുന്നവർ അത്യന്തം ക്ലേശിക്കുന്നു. ഇതാണ് ഇതിൻ്റെ പാരഡോക്സ് എന്ന് പറയുന്നത്. എൻ്റെ ഏറ്റവും വലിയ ബന്ധു, എൻ്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്നവൻ, ഞാനായിട്ട് നിൽക്കുന്നവൻ ഭഗവാനാണ്. പക്ഷെ അത് മനസ്സിലാക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും ക്ലേശകരമായിട്ടുള്ള ഒരു കാര്യം. ഇപ്പം ഈ ക്ലേശത്തിൻ്റെ ഈ ദുഃഖത്തിൻ്റെ ആ ആധിക്യത്തെക്കുറിച്ച് പറയാണ്. ആ ആധിക്യം, ആ ക്ലേശം ഇല്ലാതാക്കുന്നവനാണ് ഭഗവാൻ. ആ ശോകത്തെ ഇല്ലാതാക്കുന്നവനാണ് ഭഗവാൻ. ആത്മജ്ഞാനം എന്ന് പറയുന്നത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മാത്രം കിട്ടുന്നതാണ്. ആ ആത്മജ്ഞാനം കിട്ടാത്ത ആളുകൾ അങ്ങനെയൊന്നും, അതായത് അങ്ങനെ ആത്മജ്ഞാനം കിട്ടുമ്പോൾ നമ്മൾക്ക് സ്വാഭാവികമായിട്ടും ഉള്ള ഒരു ആനന്ദം ഉണ്ടാകും എന്നറിഞ്ഞുകൊണ്ട് അത് കിട്ടാതിരിക്കുമ്പോൾ നമുക്കുള്ളൊരു ദുഃഖം, അത് വളരെ പ്രയാസമാണ്. അതിനെ സഹിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. നമ്മളൊരു മാർക്കറ്റിൽ ഒരു വസ്തു ഉണ്ട് എന്നറിയാത്തിടത്തോളം കാലം അത് വേണം എന്ന് നമ്മൾ ആഗ്രഹിക്കാറില്ല. പക്ഷെ നമ്മൾക്ക് മനോഹരമായിട്ടുള്ളൊരു വസ്തുവിനെ കണ്ടു കഴിഞ്ഞാൽ, നമുക്കത് വേണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് കിട്ടുന്നത് വരെ നമ്മളെപ്പോഴും അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടേയിരിക്കും. അത് കിട്ടാതിരിക്കുന്ന അത്രയും സമയം നമ്മൾ വളരെ ക്ലേശത്തിലായിരിക്കും ജീവിക്കുക. നമ്മൾ അതിനെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുള്ളൂ. ഊണിലും ഉറക്കത്തിലും അത് മാത്രമേ നമ്മുടെ മനസ്സിലുണ്ടാവുള്ളൂ. അങ്ങനെ വളരെ ക്ലേശത്തോടു കൂടിയിട്ടാണ് നമ്മൾ ജീവിക്കുക. സാധാരണ ഒരാളെ സംബന്ധിച്ച് ഈ സാധാരണ സുഖദുഃഖങ്ങളിലൂടെ ജീവിതം കൊണ്ടുപോകുന്ന സമയത്തുള്ള ഒരു ക്ലേശമുണ്ട്. അതിൽ നിന്നും നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെടാം, വേറൊരു തലമുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ആ തലത്തിലേക്ക് എത്തിച്ചേരാം എന്നും മനസ്സിലാക്കി കഴിഞ്ഞാൽ, അത് കിട്ടാഞ്ഞാൽ ഉള്ള ഒരു ക്ലേശം, അത് സഹിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്, അസഹ്യമാണത്. ആ ക്ലേശത്തെ ഇല്ലാതാക്കുന്നു, ആ ശോകത്തെ ഇല്ലാതാക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ ഭഗവാന് ശോകനാശന എന്ന് നാം